കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ സജീവമായ ഒരു വിഷയമാണ് പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളോടും അതിനോട് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും. ഈ വിഷയത്തിൽ എം.എൽ.എക്ക് പിന്തുണ പ്രഖ്യാപിച്ച നടനും കോൺഗ്രസ് അനുഭാവിയുമായ രമേശ് പിഷാരടിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ പരസ്യമായി വിമർശിച്ചതോടെ ചർച്ചകൾ പുതിയ തലത്തിലേക്ക് കടന്നു. പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനായ ഒരു നേതാവിനെ പിന്തുണച്ച പിഷാരടിയുടെ നിലപാട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും വലിയ അഭിപ്രായ ഭിന്നതകൾക്ക് വഴി തുറന്നു. നീതു വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റോട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വനിതാ നേതാവ് എന്ന നിലയിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് അവർ വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്നത് കേവലം പോലീസ് കേസുകളുടെയോ കോടതി വിധിയുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പാർട്ടിക്ക് ലഭിക്കുന്ന പരാതികളുടെയും നേതാക്കളുടെ ബോധ്യപ്പെടൽ അടിസ്ഥാനത്തിലാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. രാഹുൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നെങ്കിൽ സഹപ്രവർത്തകരായ വനിതാ നേതാക്കൾക്ക് തലയുയർത്തി നടക്കാമായിരുന്നുവെന്നും നീതു പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മൗനം കാരണം ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവിനും സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നില്ല എന്ന അവരുടെ വാക്കുകൾ ഈ വിഷയത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വൈകാരികവും വ്യക്തിപരവുമായ പ്രത്യാഘാതങ്ങൾ തുറന്നു കാട്ടുന്നു. പൊതുപ്രവർത്തനം സാമൂഹ്യ സേവനമായി കാണുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും എന്നാൽ അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ലെന്നുമുള്ള നീതുവിന്റെ പരാമർശം രമേശ് പിഷാരടിയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. രമേശ് പിഷാരടിയെ വിമർശിച്ചുകൊണ്ട് നീതു വിജയൻ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു മുൻനിര നടി ആക്രമിക്കപ്പെട്ടപ്പോൾ പിഷാരടിയും അദ്ദേഹത്തെ പോലുള്ളവരും കാണിച്ച മൗനത്തെക്കുറിച്ചാണ്. ആ പ്രമാദമായ കേസിൽ പിഷാരടി അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ്? അന്ന് മൗനം പാലിച്ചവർ ഇപ്പോൾ ഒരു സഹപ്രവർത്തകനെ പിന്തുണയ്ക്കാൻ കാണിച്ച താല്പര്യം ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും നീതു ആരോപിച്ചു. ഈ വിമർശനം രാഷ്ട്രീയക്കാരും സിനിമാ പ്രവർത്തകരും പൊതുവിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറന്നു. നീതുവിന്റെ പോസ്റ്റിലെ ഈ പരാമർശം സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പുരുഷാധിപത്യ സമൂഹം സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യമാണ് ഉയർത്തുന്നത്. ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം നടക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയും ആരോപണ വിധേയനായ ഒരു പുരുഷന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നത് ഇരയോടുള്ള അവഗണനയാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. സ്ത്രീകളുടെ സുരക്ഷ ഒരു ചോദ്യചിഹ്നമാകുമ്പോൾ, സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാൻ തയ്യാറാകുമ്പോൾ അവൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് സൈബർ ആക്രമണങ്ങളാണ്. KJ ഷൈനെതിരെയുള്ള ലൈംഗിക അപവാദ പ്രചാരണങ്ങൾ ഈ വിഷയത്തിൽ സ്ത്രീകളെ നിശബ്ദരാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ഇത്തരം പ്രചാരണങ്ങൾ സ്ത്രീകളുടെ മാനസികാവസ്ഥയെ തകർക്കുകയും പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. മുൻപ് ഉമാ തോമസ് MLA, KC വേണുഗോപാൽ MP പത്നി തുടങ്ങിയവർക്ക് നേരെയും സമാനമായ സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു. അന്ന് പേടി കാരണം പലരും നിശബ്ദരായിരുന്നെന്നും ഇനിയും നിശബ്ദത പാലിച്ചാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്കും സമാനമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നും നീതു വിജയൻ മുന്നറിയിപ്പ് നൽകി. ഈ പോരാട്ടം കേവലം ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് പൊതുപ്രവർത്തന രംഗത്ത് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ളതാണെന്നും അവർ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്ന് CPM ജില്ലാ സെക്രട്ടറിയും ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തള്ളിക്കളഞ്ഞു. ഇത് CPMലെ വിഭാഗീയതയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. CPMന്റെ വിഴുപ്പ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും എല്ലാ കാലത്തും എല്ലാം ഒളിച്ചു വെക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനുള്ളിലെ ചില അസ്വാരസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ഒരു നേതാവിനെതിരെ പാർട്ടി നടപടി എടുത്തിട്ടും മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് പാർട്ടി അച്ചടക്കത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. രമേശ് പിഷാരടിയെ പോലുള്ള ഒരു കോൺഗ്രസ് അനുഭാവിയുടെ പ്രസ്താവന പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുമെന്ന നീതുവിന്റെ ആശങ്കയും ഈ ആഭ്യന്തര പ്രശ്നങ്ങളുടെ സൂചനയാണ്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നീതു വിജയൻ നടത്തിയ വിമർശനം ഒരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറം നിരവധി സാമൂഹിക വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. രാഷ്ട്രീയത്തിലെ ലിംഗനീതി, പൊതുപ്രവർത്തന രംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, സൈബർ ആക്രമണങ്ങൾ, കൂടാതെ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ സംഭവത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന പ്രതിച്ഛായ നിലനിർത്താൻ കോൺഗ്രസ് എത്രത്തോളം ശ്രമിക്കുമെന്നും ഇത്തരം സൈബർ ആക്രമണങ്ങളെ നേരിടാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.